പണ്ടൊരിക്കൽ മൈസൂറിന്റെ അതിർത്തി പ്രദേശത്ത് ഇട്ടുണ്ണാൻ എന്ന പേരുള്ള അതിബലവാനായൊരു മല്ലനുണ്ട്. അസാമാന്യ ഉയരവും ശരീരഭാരവും ഒക്കെയുള്ള ഇട്ടുണ്ണാൻ അവിടെയുള്ള ജനങ്ങൾക്കൊരു ഉപദ്രവകാരിയായിരുന്നെങ്കിലും അക്കാലത്തെ കെട്ടിട നിർമ്മാണങ്ങൾക്കായുള്ള ഭാരമേറിയ കരിങ്കല്ലുകൾ ഉയർത്താൻ ഇട്ടുണ്ണാന് മാത്രമേ സാധിച്ചിരുന്നുള്ളൂ. ആ ഒറ്റ കാരണം കൊണ്ടാണ് അയാളുടെ ചെയ്തികളെല്ലാം നാടുവഴി മനഃപൂർവ്വം കണ്ടില്ലെന്ന് നടിച്ചത്. എന്നാൽ പോകെ പോകെ അയാൾ സകല പരിധികളും ലംഘിച്ചപ്പോൾ നാടുവാഴിയുടെ നേതൃത്വത്തിൽ രാത്രിക്ക് രാത്രി തന്നെ ഇട്ടുണ്ണാനെയും ആ കുലത്തെയും ഒന്നടങ്കം കേരള അതിർത്തിയിലെ ചൂഴിവനത്തിലേക്ക് നാടുകടത്തി. അതും ഭക്ഷണത്തിൽ കറുപ്പ് കലർത്തി ബോധരഹിതരാക്കിക്കൊണ്ട്. 200 വർഷങ്ങൾ പിന്നിട്ടിട്ടും ആ കുലത്തിൽ ജനിച്ച മനുഷ്യർക്ക് ഇന്നും തിരികെ എത്താൻ സാധിച്ചിട്ടില്ല. കുർബാനയ്ക്കിടയിൽ അച്ഛൻ പറഞ്ഞു തുടങ്ങിയ ഇട്ടുണ്ണാന്റെ കഥയിൽ ഈ ഭാഗമെത്തിയപ്പോൾ നോബിൾ എന്ന ചെറുപ്പക്കാരന്റെ മനസ്സിൽ വന്ന ചോദ്യം, 200 വർഷങ്ങൾക്ക് മുൻപ് ചെയ്ത തെറ്റിന് ഒന്നും അറിയാത്ത പിൻതലമുറ എന്തിനീ ശിക്ഷ ഏറ്റെടുക്കണം? അങ്ങനെ ആ മനുഷ്യരെ തിരികെ നാട്ടിലേക്ക് അധിവസിപ്പിക്കണമെന്ന ലക്ഷ്യമായി കാടുകയറിയ നോബിളിനെ അത്ഭുതപ്പെടുത്തിയത് സത്യത്തിൽ ആ മനുഷ്യർ തന്നെയാണ്. തങ്ങളെ സഹായിക്കാൻ മനസ്സ് കാണിച്ച ആ മനുഷ്യന് നന്ദി പറഞ്ഞുകൊണ്ട് സ്വയം അയാൾക്കൊരു ഭാരമാകാൻ തങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് അദ്ദേഹത്തെ അറിയിച്ചു. ഒപ്പം അവിടെ അമ്മയും അച്ഛനും നഷ്ടപ്പെട്ട ഒരു കുഞ്ഞുണ്ടെന്നും അതിനൊരു പുതിയ ജീവിതം നൽകിയ തങ്ങൾക്ക് വളരെയധികം സന്തോഷമാകുമെന്നും പറഞ്ഞപ്പോൾ അയാൾ ആ കുഞ്ഞിനെ ഏറ്റെടുത്തു. അർഹിച്ചതെല്ലാം നഷ്ടപ്പെട്ട കുഞ്ഞിന് ഏറ്റവും മികച്ചതിൽ കുറഞ്ഞൊന്നും നൽകാൻ നോബിൾ തയ്യാറായിരുന്നില്ല. അതുകൊണ്ടാണ് വർഷങ്ങൾക്ക് ശേഷം ഉന്നത വിദ്യാഭ്യാസത്തിനായി ഇന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഇടം തന്നെ നോബിൾ അവനെ കണ്ടെത്തിയത്. അതും അവന്റെ തായ്വേര് നിലനിൽക്കുന്ന ആ മണ്ണിൽ തന്നെ. Sridevi Group of Institution, where learning shapes your future. Sira Road, Tumkur, Karnataka.